ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷണൽ ആർക്കിടെക്ചറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള PSC ആയിക്കോട്ടെ, UGC നെറ്റ്, ഗേറ്റ്, അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് മെമ്മറി ഈസ് നോൺ വോളറ്റൈൽ ആൻഡ് ക്യാൻ ബി പ്രോഗ്രാംഡ് ആൻഡ് ഇറേസ്ഡ് ഇൻ ദ സർക്യൂട്ട്? ഏതായിരിക്കും ആൻസർ? സി. എന്തുകൊണ്ടാണ്? അത് ഇലക്ട്രിക്കലി ഇറേസ്ഡ് ആണ്. അപ്പൊ സർക്യൂട്ട് ഉണ്ടാവും. പിന്നെ നോൺ വോളറ്റൈൽ മെമ്മറി റോം. ഓക്കെ, റോം ആണ്. കാരണം റാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെമ്മറിയെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്, റാം ആൻഡ് റോം. അതില് റാം എന്ന് പറയുന്നത് എന്താണ്? വോളറ്റൈൽ മെമ്മറിയാണ്. നമുക്ക് എന്താണ്, ഡാറ്റ ലോസ് ആയി പോകും. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ മെമ്മറിയിലുള്ള കണ്ടന്റുകളൊക്കെ ഇറേസ് ആയി പോകും. സോ റോം എന്ന് പറയുന്ന മെമ്മറി സ്ട്രക്ചറിൽ എന്താണ്, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, സോ ആൻസർ ഈസ് ഇ റോം. ഓക്കെ, now next question, the processing speed of pipeline segments are equal, unequal, constant, or increases initially then attain constant value? കോൺസ്റ്റന്റ് ആയിരിക്കുമോ? പൈപ്പ്ലൈനിലെ എല്ലാ സെഗ്മെന്റ്സിന്റെയും പ്രോസസ്സിംഗ് സ്പീഡ് അൺഈക്വൽ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻസിനെ ഒരുപാട് സബ് ഓപ്പറേഷൻസുകളായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യാറ്, അല്ലെ? നമ്മൾ ഡിഫറെന്റ് ബ്ലോക്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നു. അതിൽ ഓരോരുത്തർക്കും ചെയ്യേണ്ടത് എന്താണ്? പ്രോസസ്സുകൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും സ്പീഡ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കാം. സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? നമ്മളിപ്പോ ഒരു അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യണം എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷൻ ആണെങ്കിൽ അത് രണ്ടും ഞാൻ രണ്ടു പേർക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് തന്നെ അറിയാം, അഡീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെ? അപ്പം അവരുടെ രണ്ടുപേരുടെയും പ്രോസസ്സിംഗ് സ്പീഡ് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. ഈക്വൽ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ അല്ല പോട്ടെ, നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, കാർ മേക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ആ ഓരോ ബോഡി പാർട്സ് കളക്ട് ചെയ്യുന്നതും അതിനെ എല്ലാം കൂടി ജോയിൻ ചെയ്യുന്നതും അതിൽ പിന്നെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതും ആ ഓരോ സ്റ്റേജുകൾക്കും ഡിഫറെന്റ് സ്പീഡ് ആയിരിക്കും. എല്ലാവരും ചെയ്യുന്ന ഒരേ സ്പീഡിലായിരിക്കില്ല. ഓക്കെ, സോ കാര്യം ഓർക്കുക, പൈപ്പ് ലൈനിങ്ങിൽ എല്ലാ സെഗ്മെന്റ്സിനും ഡിഫറെന്റ് പ്രോസസ്സിംഗ് സ്പീഡ് ആയിരിക്കും. ഒരിക്കലും ഈക്വലും ആയിരിക്കില്ല, കോൺസ്റ്റന്റും ആയിരിക്കില്ല. ഓരോ സമയത്തും ഡിഫറെന്റ് ആയിരിക്കും. Okay, so the answer is unequal. Okay, now next question, the performance of the pipeline process suffers if, first option, pipeline stages has a different delay, second one, instruction depends on each other, third one, stages share hardware resource. ഇതിൽ ഏതൊക്കെ കാരണം കൊണ്ടാണ് ഒരു പൈപ്പ് ലൈനിന്റെ പെർഫോമൻസ് സഫർ ആവാൻ ചാൻസസ് ഉള്ളത്? ഒന്നെങ്കിൽ പൈപ്പ് ലൈന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഓരോ സ്റ്റേജസിലുള്ള ഹാർഡ്വെയർസിന് റിസോഴ്സസുകൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹാർഡ്വെയർ റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ. എന്തായിരിക്കും? ഓപ്ഷൻ ഡി. 1 2 3. ഓപ്ഷൻ ഡി 1 2 3. ഈ മൂന്ന് റീസൺസും അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പൈപ്പ് ലൈൻസിന് ഡിഫറെന്റ് ഡിലേസ് വന്നാലും പെർഫോമൻസ് അഫക്റ്റഡ് ആവും, ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അഫക്റ്റഡ് ആവും, റിസോഴ്സസ് ഷെയർ ചെയ്യുമ്പോഴും അവിടെയൊക്കെ ഡിലേ ആണ് വരുന്നത്, അല്ലെ? സോ അതുകൊണ്ടൊക്കെ എന്താണ്, പെർഫോമൻസ് അഫക്റ്റഡ് ആവുന്നു. ഓക്കെ, എല്ലാത്തിനും റീസൺ അതാണ്. നമുക്ക് ഡിപ്പെൻഡന്റ് ആകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്റ്റോളിങ് ചെയ്യേണ്ടി വരും, വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. ഇതിന് തൊട്ട് മുമ്പിലുള്ള സ്റ്റേജിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെർഫോമൻസ് അവിടെ അഫക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ പെർഫോമൻസ് സഫർ ചെയ്യുന്നു എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി അഡ്രസ്സസ് ആർ റിക്വയർഡ് ഫോർ 25x40 വീഡിയോ റാം? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു വീഡിയോ റാമിന്റെ സൈസ് തന്നിട്ടുണ്ട് 25x40. ഹൗ മെനി അഡ്രസ്സസ് ആർ റിക്വയർഡ്? ബി 1024. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? 1000 വരാൻ ചാൻസ് ഉണ്ട്. ഏതാണ് അപ്പൊ ആൻസർ? എ ആണ്, 1000 ആണ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് തന്നിട്ടുണ്ട് കോൺഫിഗറേഷൻ 25x40. ടോട്ടൽ 25 ലൈൻസ് ഉണ്ട്. അത് ഓരോ ലൈൻസിലും 40 ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സിംപ്ലി 25x40 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000. ഓക്കെ, സോ 1K = 102. അപ്പൊ അതാണ് അങ്ങനെ
ഓക്കെ. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എടുത്തിട്ട് ചെയ്താൽ മതി. എത്രയാണോ നമുക്ക് തന്നിരിക്കുന്ന കോൺഫിഗറേഷൻ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അഡ്രസ്സിലെ. ഓക്കെ, സോ ദ ആൻസർ ഇസ് 1000. Now, next question. The CPU fetches instruction from memory according to the value of status register, instruction register, program status word, program counter. D. Program counter. ഓക്കെ, ഒരു CPU-ല് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് എവിടുത്തെ വാല്യൂ നോക്കിയിട്ടാണ്? പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഡി, പ്രോഗ്രാം കൗണ്ടർ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The key feature of Rambus Tech is. Rambus എന്ന് പറയുന്നത് DRAM-ന്റെ ഒരു ഡിഫറെന്റ് വേരിയേഷൻ ആണ്. ഓക്കെ, DRAM-ന്റെ ഒരു ഡിഫറെന്റ് വേരിയേഷൻ ആണ് റാംബസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു മെമ്മറി ചിപ്പിന്റെ മെയിൻ ഫീച്ചർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റർ മെമ്മറി യൂട്ടിലൈസേഷൻ, എഫിഷ്യൻസി, സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ, none of them mentioned. Efficiency. No. Of transfer. സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, സോ ഈ റാംബസ് എന്ന് പറയുന്ന ഡിറാമിന്റെ ഒരു വേരിയേഷൻ ആണ്. അതിനെ ആ ഒരു ചിപ്പിനെ ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺ തന്നെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റാംബസ് എന്ന് പറയുന്ന ചിപ്പിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വേറെവർ യൂസ് ചെയ്ത് ദിസ് റാംബസ് എന്ന് പറയുന്ന ആ ഒരു ടേം എല്ലായിട്ടും റിലേറ്റ് ചെയ്തിരിക്കുന്നത് സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. ആ ഒരു പോയിന്റിന് വേണ്ടി മാത്രമാണ്, ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മെമ്മറി ചിപ്പ് ഡെവലപ്പ് ചെയ്തത് തന്നെ. ഓക്കെ, റാംബസ് എന്ന് പറയുന്നത് that is a different variation of DRAM. DRAM-ന്റെ തന്നെ ഒരു ഡിഫറെന്റ് വേരിയേഷൻ ആണ് റാംബസ് എന്ന് പറയുന്നത്. സോ ഓർക്കുക, റാംബസ് ടെക്കിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ക്യാഷ് മെമ്മറി? ക്യാഷ് മെമ്മറിയുടെ കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് ട്രൂ അല്ലാത്തത്? ഫാസ്റ്റർ മെമ്മറി ദാൻ റാം, വോളറ്റൈൽ മെമ്മറി, സ്മോളർ ഇൻ സൈസ് ദാൻ റാം, സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി. ഓക്കെ, ആൻസർ ഡി ആണ്, സീക്വൻഷ്യൽ ആക്സസ് ആണ്. നമുക്ക് എന്താണ് ക്യാഷ് മെമ്മറിയിൽ സീക്വൻഷ്യൽ ആക്സസ് ഒന്നും ഇല്ല. നമ്മൾ ഏത് മെമ്മറി അഡ്രസ് ആണ് കൊടുക്കുന്നത് ആ പർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സിൽ നിന്ന് നമുക്ക് എന്താണ് ഇൻഡെക്സിങ് ഏതാണ് കറക്റ്റ് ആവുന്നത് ആ ലൊക്കേഷൻ നമുക്ക് ഡാറ്റ എടുക്കാം. അല്ലാതെ സീക്വൻഷ്യൽ ആയിട്ട് തന്നെ ഡാറ്റ എടുക്കുള്ളൂ എന്നൊന്നുമില്ല. പിന്നെ എന്താണ് ഫാസ്റ്റർ ദാൻ റാം ആണ് അല്ലെ? ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഡി റാം ആണോ എസ് റാം ആണോ? ക്യാഷ് മെമ്മറി എസ് റാം ആണ്. എസ് റാം ആണ്. സോ അങ്ങനെ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് കൃത്യമായിട്ട് കിട്ടും. സോ എസ് റാം എന്തായാലും ഫാസ്റ്റർ ദാൻ ഡി റാം ആയിരിക്കും. പിന്നെ വോളറ്റൈൽ മെമ്മറി ആണ്. ഒബിയസ്ലി ക്യാഷ് മെമ്മറി റാം ആയതുകൊണ്ട് വോളറ്റൈൽ മെമ്മറി ആണ്. പിന്നെ സ്മോളർ സൈസ് ദാൻ ഡി റാം ആണ്. റാം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡി റാം ആയിരിക്കും. ഓക്കെ, സോ സ്മോളർ സൈസ് ആയിരിക്കും. സോ ഓപ്ഷൻ ഇതിൽ തെറ്റുന്നത് സീക്വൻഷ്യൽ ആക്സസ് എന്നുള്ളതാണ്. സീക്വൻഷ്യൽ ആക്സസ് അല്ല വരുന്നത് ക്യാഷ് മെമ്മറിയിൽ. നൗ നെക്സ്റ്റ് വൺ. ഡാറ്റ സൈസ് ഓഫ് വേർഡ് ഈസ്. ഒരു വേർഡിന്റെ ഡാറ്റ സൈസ് എത്രയാണ്? 8 byte, 2 byte, 4 byte, 16 byte. 8 byte. ബൈറ്റ്. ഒന്നുകൂടി ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാ. 2 byte, 16 byte. 16 byte. 16 bits അല്ലേ മിസ്? അപ്പോ 8 byte വരില്ലേ? 2 byte. 16 ബിറ്റ് അല്ലേ വരിക? അപ്പൊ എത്ര ബൈറ്റ് വരും? 16 ബിറ്റ് ആണ്. അത് കറക്റ്റ് ആണ്. 2 byte. അപ്പൊ 2 byte. Sorry. 2 byte. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പത്തിൽ തെറ്റിക്കുകയും ചെയ്യും. 16 ബിറ്റ് ആണ്. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. 16 ബിറ്റ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 16 ബിറ്റ്. സോ പക്ഷെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ബൈറ്റിലാണ്. സോ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പോയി ഓപ്ഷൻ ഡിയിൽ കുത്തും. ബട്ട് ഗിവൻ ദ ബൈറ്റ്, സോ ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് 2 byte. ഓക്കെ, 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2 byte ആണ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഡിസ്ക് ഹാസ് seek time of 20 millisecond, rotates 20 revolution per second, has 100 words per block, and each track has capacity of 300 words, the total time required to access one block. The diskite ഒരു question ആണ്. Total time required to access one block. ഒരു ബ്ലോക്കിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടോട്ടൽ ടൈം എന്തൊക്കെ ടൈമുകൾ നമുക്കപ്പോൾ വേണം? ഓർമ്മയുണ്ടോ? ടോട്ടൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രാക്ക് ടൈം കറക്റ്റ് ആണ്. സീക്ക് ടൈം പ്ലസ് റൊട്ടേഷണൽ ലേറ്റൻസി പ്ലസ് ട്രാൻസ്ഫർ ടൈം. ഒരു ബ്ലോക്കിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ടൈം. കറക്റ്റ്. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് സീക്ക് ടൈം പ്ലസ് റൊട്ടേഷണൽ ലേറ്റൻസി പ്ലസ് ട്രാൻസ്ഫർ ടൈം. ഓക്കെ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്?
എന്തൊക്കെയാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? Seek time, revolutions time. സീക്ക് ടൈം തന്നിട്ടുണ്ട് 20 മില്ലി സെക്കൻഡ് ആണെന്നുള്ളത്. റെവല്യൂഷൻ തന്നിട്ടുള്ളത്, റൊട്ടേഷണൽ ലേറ്റൻസി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ല. എന്താ തന്നിരിക്കുന്നത്? ഒരു സെക്കൻഡില് 20 റെവല്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് റൊട്ടേഷണൽ ലേറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡില് എത്ര റൊട്ടേഷൻ നടക്കുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 20/60. 20/60 ചെയ്യണോ? നമുക്ക് പൊതുവേ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ് തരാറ്, RPM ആണ് തരാറ്. ഇവിടെ RPM അല്ല തന്നിരിക്കുന്നത്, RPS ആണ് തന്നിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഒരു സെക്കൻഡിൽ 20 റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? എത്ര സെക്കൻഡ് വേണ്ടി വരും ഒരു റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്? ദാറ്റ് ഈസ് 20 റൊട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു സെക്കൻഡ് മതി എന്നുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻ? 1/20 ചെയ്താൽ മതി. ഓക്കെ, സോ 1 റൊട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് 1/20 സെക്കൻഡ് മതി. മതിയല്ലോ. ഓക്കെ, 1/20 മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലായിടത്തും ആവറേജ് ആണ് എടുക്കാറ്. സീക്ക് ടൈം ആയിക്കോട്ടെ, റൊട്ടേഷണൽ ലേറ്റൻസി ആയിക്കോട്ടെ, നമ്മൾ ആവറേജ് ആണ് എടുക്കാറ്. സോ വാട്ട് ഈസ് ദ ആവറേജ് റൊട്ടേഷൻ ലേറ്റൻസി? ആവറേജ് റൊട്ടേഷൻ ലേറ്റൻസി എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര വരും? ആവറേജ് എങ്ങനെ എടുക്കാറ്? by 2 അല്ലേ? സോ 1/20 by 2 into 1/40 വരും. കറക്റ്റ്. 1/20 into 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/40 സെക്കൻഡ് കിട്ടും. ഓക്കെ, നൗ സീക്ക് ടൈം നമുക്ക് തന്നിട്ടുള്ളത് ഏത് ഫോമാറ്റിലാണ്? മില്ലി സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. സോ ഈ ഒരു സെക്കൻഡിനെ എന്ത് ചെയ്യുക? നിങ്ങൾ മില്ലി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. എങ്ങനെ മില്ലി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? സെക്കൻഡിനെ മില്ലി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? 10 raised to 10 raised to -3. 10 raised to 3. 10 raised to 3 ആണ്. ഓക്കെ, that is Mm. okay, 1000 divided by 40. What is the answer? Point is 25. 25 millisecond. Okay, so you will get the answer as 25 millisecond. So rotational latency കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രാൻസ്ഫർ ടൈം ആണ്. What is the transfer time? ട്രാൻസ്ഫർ ടൈം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്? ഒരു റൊട്ടേഷൻ എടുക്കുന്ന ടൈം എങ്ങനെ ട്രാൻസ്ഫർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാറ്? 1 rotation time divided by number of sector. നമ്പർ ഓഫ് സെക്ടർ ആണ്. നമുക്കിപ്പോ ക്വസ്റ്റ്യനില് സെക്ടർ തന്നിട്ടില്ല അല്ലെ? സെക്ടർ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഒരു ബ്ലോക്കിൽ എത്ര വേർഡ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. 100 വേർഡ്സ് പെർ ബ്ലോക്ക് ആൻഡ് ഓരോ ട്രാക്കിന്റെ കപ്പാസിറ്റി 300 വേർഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ട്രാൻസ്ഫർ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് നമുക്ക് സെക്ടർ ടൈം തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് ടേക്ക് ദ ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ ദ ട്രാൻസ്ഫർ റേറ്റ്. ഓക്കെ, you have to calculate block size divided by the transfer rate. പക്ഷെ ഇപ്പൊ ഇവിടെ എന്താണ്? ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് അറിയില്ല. ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് നിന്ന് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിൽ നമുക്ക് എത്രത്തോളം ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലെ? എത്രത്തോളം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന കപ്പാസിറ്റി എത്ര ടൈമിനുള്ളിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ട്രാക്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 300 വേർഡ്സ് ആണ് തന്നിട്ടുണ്ട്. റൊട്ടേഷൻ റേറ്റും തന്നിട്ടുണ്ട്. സോ അത് വെച്ച് നമുക്ക് ട്രാൻസ്ഫർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ റേറ്റ് ഇസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ, നമുക്ക് റൊട്ടേഷൻ എടുത്ത സമയം എത്രയാണ്? 1/20 ആണ്. ഓക്കെ, സോ എത്ര കിട്ടും ട്രാൻസ്ഫർ റേറ്റ്? 300 ഡിവൈഡഡ് ബൈ 1/20 6,000. സോ 6000 വേർഡ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഒരു സെക്കൻഡിൽ. ഓക്കെ, 6000 വേർഡ്സ് പെർ സെക്കൻഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതാണ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. നൗ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്ക് എത്ര വേണം വേർഡ്സ് ഉള്ളത്? 100 വേർഡ്സ് പെർ ബ്ലോക്ക് ആണ് നമുക്ക്. 100.
അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ ട്രാൻസ്ഫർ ടൈം 6000 by 100. 6000 by 100. അപ്പൊ 60 വരും. 6000 by 100 ആണോ 100 by 6000 ആണോ? 100 by 6000. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് മൊത്തം തന്നിരിക്കുന്നത് 6000 വേർഡ്സ് ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100 വേർഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിട്ടോ എത്ര വേണ്ടി വരും? ദാറ്റ് ഈസ് യു ഹാവ് ടു ടേക്ക് ട്രാൻസ്ഫർ ടൈം. ബ്ലോക്ക് ട്രാൻസ്ഫർ ടൈം എന്ന് പറഞ്ഞാൽ നൗ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മറന്നുപോയി. നമുക്ക് വേർഡ്സ് പെർ സെക്കൻഡ് ആണുള്ളത്. നമുക്ക് ഈ വേർഡ്സ് പെർ സെക്കൻഡ് നമുക്ക് ഈ വേർഡ്സ് പെർ സെക്കൻഡിനെ നമ്മളൊന്ന് മില്ലി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ മില്ലി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് അപ്രോക്സിമേറ്റ്ലി 6 വേർഡ്സ് എന്ന് കിട്ടും. ഓക്കെ, 6 വേർഡ്സ് ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, പെർ സെക്കൻഡ് ആണല്ലോ. പെർ സെക്കൻഡിന് നമ്മൾ മില്ലി സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 6 വേർഡ്സ്. ഓക്കെ, നൗ ഇതിന്റെ ട്രാൻസ്ഫർ ടൈം അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 100 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. ഓക്കെ, so you will get an approximate value of 16.67 millisecond എന്ന് കിട്ടും ബ്ലോക്ക് ട്രാൻസ്ഫർ ടൈം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് സെക്ടർ ടൈം സെക്ടർ ടൈം അല്ല, എത്ര സെക്ടർ ഉണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ യു ജസ്റ്റ് കാൽക്കുലേറ്റ് ദ ട്രാൻസ്ഫർ റേറ്റ്. ട്രാൻസ്ഫർ റേറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ട്രാൻസ്ഫർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക നമുക്ക് ടോട്ടൽ എത്ര കപ്പാസിറ്റി ഉണ്ട്, ട്രാക്കിന്റെ കപ്പാസിറ്റി തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സോ ട്രാക്കിന്റെ കപ്പാസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡിവൈഡഡ് ബൈ ദ റൊട്ടേഷണൽ ലേറ്റൻസി ആണ് നമ്മുടെ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ആ ട്രാൻസ്ഫർ റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുക? ബ്ലോക്ക്, നമുക്ക് എത്ര ബ്ലോക്ക് ഓഫ് ഡാറ്റ ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ, ഇവിടെ 6 ആണ് നമ്മുടെ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. സോ 100 ഡിവൈഡഡ് ബൈ 6 യു വിൽ ഗെറ്റ്. സോ ദ ബ്ലോക്ക് ട്രാൻസ്ഫർ റേറ്റ് ഈസ് 16.67. ഓക്കെ, നൗ സപ്പോസ് എത്ര 100 വേർഡ്സ് എത്രയാണെന്നുള്ളത് തന്നിട്ടില്ല എങ്കിൽ യു ഡയറക്ട്ലി ടേക്ക് ദ വാല്യൂ 6. ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ 100 വേർഡ്സ് പെർ ബ്ലോക്ക് എന്ന് തന്നിട്ടുണ്ട്. സപ്പോസ് ഈ ഒരു വാല്യൂ ഇല്ല, ഈ ഒരു ഫീൽഡ് ഇല്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് ഇറ്റ് ആസ് 1/6. ഓക്കെ, നമുക്ക് 100 വേർഡ്സ് അല്ലെങ്കിൽ എത്ര വേർഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് 1/6. ബിക്കോസ് നമുക്ക് പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, എത്രയാണെന്നുള്ളത് തന്നിട്ടില്ലാത്തതുകൊണ്ട്. സോ യു ഗോട്ട് ഓൾ ദ വാല്യൂസ്. സീക്ക് ടൈം എത്രയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സീക്ക് ടൈം എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 20 മില്ലി സെക്കൻഡ് ആണെന്നുള്ളത്. റൊട്ടേഷണൽ ലേറ്റൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 25 മില്ലി സെക്കൻഡ്. ആൻഡ് ട്രാൻസ്ഫർ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 16.67 ആണെന്നുള്ളത്. സോ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ആൻസർ ഓഫ് ദ ടോട്ടൽ ടൈം ടേക്കൺ ടു ആക്സസ് വൺ ബ്ലോക്ക്. എത്ര കിട്ടും? 61.61. സോ 61.67 സംതിങ് വാല്യൂ കിട്ടും. സോ ടേക്ക് ദ നിയറസ്റ്റ് വാല്യൂ. നിയറസ്റ്റ് വാല്യൂ നിങ്ങൾ എടുക്കുക, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, 60 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇങ്ങനെ വേണം ഈ ഒരു ക്വസ്റ്റ്യൻ. കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഐഡിയ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫർ റേറ്റിന്റെ ഒരു കൺസെപ്റ്റും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് ഒരു PSC ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇത് ഗേറ്റിന്റെയും ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ,